നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മുടപ്പല്ലൂരിൽ ഒമ്നിവാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. വണ്ടാഴി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം സംഭവിച്ചത്. വേനൽ ചൂട് കനക്കുന്നു, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പകൽ 12 മുതൽ 3 വരെ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. പിണറായി വിജയന് മുന്നിൽ ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾ കീഴടക്കിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മദ്യക്കമ്പനിയോട് കോൺഗ്രസിന്റെ എതിർപ്പ് പത്രസമ്മേളനത്തിൽ മാത്രമാണ് പ്രകടമാകുന്നതെന്നും കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാർ എത്ര തന്നെ ഉപരോധം ഏർപ്പെടുത്തിയാലും അതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളം വികസന രംഗത്ത് മുന്നേറുന്നതെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നതെന്നും കെ ശാന്തകുമാരി. വാർത്തകൾ വിശദമായി. മുടപ്പല്ലൂരിൽ ഒമ്നിവാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. വണ്ടാഴി പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 5:30 അപകടം സംഭവിച്ചത്. മുടപ്പല്ലൂരിലാണ് ഒമ്നിവാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റത്. ഒമ്നി ഡ്രൈവർ മംഗലം ഡാം ചിറ്റടി വള്ളിക്കാട്ടുകുടിയിൽ 63 വയസ്സുള്ള തോമസ്, ഓട്ടോ യാത്രക്കാരായ തോണിപ്പാടം സ്വദേശി 62 വയസ്സുള്ള ആമിനക്കുട്ടി, ഇവരുടെ മരുമകൾ സൈനബ 40 വയസ്സ്, ബന്ധുക്കളായ 5 വയസ്സുള്ള ബിൻഷ, 3 വയസ്സുള്ള ഇഷാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വണ്ടാഴി പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 5:30 അപകടമുണ്ടായത്. മുടപ്പല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഒമ്നിവാൻ എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. വാൻ ഓടിച്ച തോമസിൻ്റെ മൊബൈൽ ഫോൺ കത്തിയ നിലയിലായിരുന്നു. മൊബൈലിൽ സ്പാർക്ക് ഉണ്ടായപ്പോൾ മൊബൈലിലേക്ക് ശ്രദ്ധ പോയതോടെ നിയന്ത്രണം വിട്ടതാവാം അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തെ തുടർന്ന് വാനിൽ അകപ്പെട്ട തോമസിനെ ഫയർഫോഴ്സ് എത്തി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഓട്ടോയിൽ ഉണ്ടായിരുന്നവരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമിനക്കുട്ടിക്ക് തലയ്ക്കും ബിൻഷയുടെ മുഖത്തും ചുണ്ടിനുമാണ് പരിക്ക്. വാൻ ഡ്രൈവർ തോമസിനെ വള്ളിയോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വേനൽ ചൂട് കനക്കുന്നു, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഫെബ്രുവരിയിൽ തന്നെ ജില്ലയിൽ അസഹ്യമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തന്നെ 40 ഡിഗ്രിയും പിന്നിട്ട് ചൂട് കനക്കുന്നു. തൊഴിലിടങ്ങളിൽ ക്രമീകരണം ഉൾപ്പെടെ നിരവധി മുൻകരുതൽ നടപടികളാണ് ഇതിനകം സ്വീകരിച്ചിരിക്കുന്നത്. 12 മണി മുതൽ 3 മണി വരെ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പുറത്ത് ജോലി ചെയ്യുന്നവർക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാവിലെ 7 മുതൽ വൈകിട്ട് 7-നുള്ളിൽ ജോലി സമയം 8 മണിക്കൂറാക്കി ക്രമപ്പെടുത്തണം. കൂടാതെ വേനൽക്കാലത്തുണ്ടാവാൻ സാധ്യതയുള്ള വിവിധ രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ സംവിധാനവും ഒരുക്കണം. നിർജ്ജലീകരണം ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കുന്നതുൾപ്പെടെയുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നു. പിണറായി വിജയന് മുന്നിൽ ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ കീഴടങ്ങിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് BJP നടത്തുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാരുടെ ഓണറേറിയം എന്തായിരുന്നു എന്നെങ്കിലും ആ മന്ത്രി ഒന്ന് പരിശോധിക്കണം. 2014 കേന്ദ്രം നൽകിയ പണം എത്രയായിരുന്നു, ഇപ്പോൾ എത്ര കൊടുക്കുന്നു? ഇവിടെ ആശാ വർക്കർമാരുണ്ടല്ലോ. ഇതുപോലത്തെ പച്ചക്കള്ളമാണ് ആവർത്തിക്കുന്നത്. 1 ലക്ഷം രൂപ ശമ്പളം വർദ്ധിപ്പിക്കാൻ എവിടുന്നാണ് ഇവർക്ക് കാശ്? ഇത്രയധികം പന്നി പറ്റതുപോലെയാണ് കേരളത്തിൽ PSC മെമ്പർമാർ. എന്താ ആവശ്യമുള്ളത്? ഇവിടെ എവിടെ പരീക്ഷ നടക്കുന്നു? പന്നി പറ്റതുപോലെ UPSCയിലോ അല്ലെങ്കിൽ മറ്റ് ഉത്തർപ്രദേശിൽ 9 പേരേ ഉള്ളൂ. ഇവിടെ എത്ര ആളെ വച്ചിരിക്കുന്നത്? സകല DYFIക്കാരെയും AYFകാരെയും അവനെയും ഇവനെയൊക്കെ PSC മെമ്പർമാരാക്കി കാറും കൊടുത്ത് ഇപ്പോൾ 1 ലക്ഷം കൂട്ടിയിരിക്കുകയാണ്. മദ്യക്കമ്പനിയോട് കോൺഗ്രസിന് എതിർപ്പ് പത്രസമ്മേളനത്തിൽ മാത്രമാണ് പ്രകടമാകുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി തുടങ്ങാനുള്ള തീരുമാനം തിരുത്തുന്നതുവരെ BJP സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ എത്ര തന്നെ ഉപരോധം ഏർപ്പെടുത്തിയാലും അതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളം വികസന രംഗത്ത് മുന്നോട്ട് വന്നതെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA. CPIM വടക്കഞ്ചേരി ഏരിയ കാൽനട ജാഥയുടെ ഉദ്ഘാടനം കിഴക്കഞ്ചേരി വാൽക്കുളമ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ, സ്കീമുകളുടെ കാര്യത്തിൽ, പദ്ധതി വിഹിതങ്ങൾ മാറ്റിവെക്കുന്ന കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയമായ എതിർപ്പ് നമ്മളോട് കാണിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് കാണേണ്ടത്. ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെയാണ് ഈ കേരളവും. അത് മനസ്സിലാക്കാത്ത ആളുകളല്ല കേന്ദ്രം ഭരിക്കുന്നതും BJP-യും RSSഉം എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഈ കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് രാഷ്ട്രീയ വിരോധവും സാമ്പത്തിക ഉപരോധവും നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് ജനങ്ങളുടെ മുമ്പിൽ പറയുകയാണ്.
ഇപ്പോൾ 2 വർഷം മുമ്പാണ് ഫെബ്രുവരി മാസം 8-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങൾ MLA-മാരടക്കം ഡൽഹിയിലെ കൊടും തണുപ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു സമരമുറയിലേക്ക് പോയി. തലസ്ഥാനത്ത് സമരം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു ചരിത്രം പിറക്കുകയായിരുന്നു. എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഞങ്ങളുടെ വിഹിതം, ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഈ കേരളത്തിലെ 3.5 കോടി മനുഷ്യർക്ക് ഞങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ നികുതി പണം പിരിച്ചെടുത്തതിന് വിഹിതം ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയിൽ അരങ്ങേറുകയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നതെന്നും കെ ശാന്തകുമാരി പറഞ്ഞു. വി ഓമനക്കുട്ടൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ടി കണ്ണൻ, മാനേജർ വി രാധാകൃഷ്ണൻ, CK ചാമുണ്ണി, KN സുകുമാരൻ മാസ്റ്റർ, AT ഔസേഫ് എന്നിവർ സംസാരിച്ചു. CPIM വടക്കഞ്ചേരി ഏരിയ കാൽനട ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. നരേന്ദ്രമോദി ശ്രമിക്കുന്നു. കുണ്ടുകാട് നിന്നും ആരംഭിച്ച ജാഥ കാളത്തോട്ടം, വമ്പാട്, തച്ചക്കോട്, കണിയമംഗലം, പറശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മംഗളം ഡാമിൽ സമാപിച്ചു. സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം വി ചന്താമരാശൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ടി കണ്ണൻ, മാനേജർ വി രാധാകൃഷ്ണൻ, PP സുമോദ് MLA, CK ചാമുണ്ണി, KN സുകുമാരൻ എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച വണ്ടാഴിയിൽ നിന്നും ആരംഭിച്ച് വടക്കഞ്ചേരിയിൽ സമാപിക്കും. സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം TM ശശി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ജനിച്ചു വളർന്നു ജീവിക്കുന്ന എല്ലാവരുടെയും, ഇനി കേരളത്തിൽ ജനിക്കാനും ജീവിക്കാനും പോകുന്ന എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടി ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുള്ളത്. ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യ ധാരാമാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും പത്രമാധ്യമങ്ങളാണെങ്കിലും, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉണ്ട് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്കോ ഇന്ത്യയിലെ കർഷക ജനവിഭാഗങ്ങൾക്കോ സാധാരണക്കാർക്കോ ഒരു ആനുകൂല്യവും നൽകാത്ത, ഒരു പദ്ധതികളും പ്രഖ്യാപിക്കാത്ത ഒരു തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, ജനവിരുദ്ധ ബജറ്റായിരുന്നു BJP ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റു വാർത്തകളിലേക്ക്. മീൻവല്ലം വെള്ളച്ചാട്ടത്തിൽ കാട്ടാനയെ കണ്ടത് നാട്ടുകാരിൽ കൗതുകമായി. കല്ലടിക്കൂട് മീൻവല്ലം വെള്ളച്ചാട്ടത്തിലാണ് കാട്ടുകൊമ്പൻ മണിക്കൂറുകളോളം ഇറങ്ങി നിന്നത്. വിനോദസഞ്ചാരികൾ സ്ഥിരമായി വരുന്ന പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത് നാട്ടുകാരിൽ ഭീതി ഉളവാക്കിയെങ്കിലും കൊമ്പന്റെ നീരാട്ട് നാട്ടുകാരിൽ കൗതുകമുയർത്തി. വേനൽ ചൂട് കനത്തതോടെ കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. കുറ്റസമ്മത മൊഴി നൽകാതെ നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചന്താമര റിമാൻഡ് കാലാവധിയിൽ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 2 പേരെ കൊന്നു എന്ന് സമ്മതിച്ച പ്രതിയാണ് ഇപ്പോൾ മൊഴി മാറ്റിയത്. ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് മൊഴിമാറ്റം. മൊഴി മാറ്റിയതോടെ പോലീസിന് കുറ്റം തെളിയിക്കാൻ കൂടുതൽ രേഖകൾ നിരത്തേണ്ടി വരും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. കുറ്റസമ്മതം നടത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല.
ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് എന്താണ്? ഇനി പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിനു ശേഷം വിചാരണ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഇനി വീണ്ടും ഏതെങ്കിലും തരത്തിൽ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താനായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ സ്വമേധയാ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ല. അല്ല, പോലീസിനെ അങ്ങനെ കൊടുക്കാൻ ഉണ്ടോ ആ സാധ്യത? പ്രതി അനുവദിക്കുകയാണെങ്കിൽ, പ്രതി അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് കൊടുക്കാം. മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. EMS കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ടാങ്കുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ എത്തിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഇത് അടയ്ക്കാനായിട്ട് പറ്റാത്തത്. കാരണം 2-3 ആഴ്ചയോളം നമ്മൾ പൈസ കൊടുക്കാനായിട്ട് കെട്ടാനായിട്ട് പറഞ്ഞിട്ട് കെട്ടാത്ത ആളുകളുണ്ട്. ഇനിയും 24 പേര് അതിലുണ്ട്. അത് അവർക്ക് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ വിവാഹധന സഹായം, അതേപോലെ തന്നെ കട്ടില്, വാട്ടർ ടാങ്ക്, പിന്നെ അതുപോലെ മേൽപ്പുര, റിപ്പയർ, വീട് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് വിവിധ ലക്ഷ്യങ്ങളോടുകൂടി നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, ലാപ്ടോപ്പ്, അതേപോലെ തന്നെ അവർക്കുള്ള സ്കോളർഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിഗ്രി മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾ അപേക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ടാവും, പക്ഷേ അതിനുള്ള സ്കോളർഷിപ്പിനുള്ള അപേക്ഷ വളരെ കുറവായിരുന്നു. വൈസ് പ്രസിഡന്റ് VJ ഹുസനാർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ, ദേവദാസ്, ഫൗസിയ, അമ്പിളി മോഹൻദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നെല്ലിയാമ്പതിയിൽ കിണറ്റിലകപ്പെട്ട പുലിയെ രക്ഷപ്പെടുത്തി. RRT സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് പുലിയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. 6.5 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് രാത്രി 12:30യോടുകൂടി പുലിയെ രക്ഷിക്കാനായത്. പുലയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. പുലിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുലിയെ പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിട്ടു.